പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശ് എംപിയെ വിളിപ്പിച്ചു എന്നതാണ് വാർത്ത. അടൂർ പ്രകാശിനെതിരെ നേരത്തെ ഭരണപക്ഷത്ത് നിന്ന് ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായതാണ്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കും എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, അടൂർ പ്രകാശിനെ വിളിപ്പിച്ചു, മൊഴിയെടുക്കും, അതിനോട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നടപടിയിലേക്ക് കടക്കുകയാണ് SIT. അടൂർ പ്രകാശ് എംപിക്ക് SITയുടെ ഈഞ്ചക്കൽ ഓഫീസിലേക്ക് എത്താനുള്ള നോട്ടീസ് SIT നൽകിയിട്ടുണ്ട്. ഇന്ന് SIT ഓഫീസിലേക്ക് എത്താനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് MP SITയുടെ ഓഫീസിലേക്ക് എത്തും എന്നുള്ളതാണ്. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരത്തെ തന്നെ അടൂർ പ്രകാശ് MPക്കെതിരെ ഉയർന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒരുമിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. മാത്രമല്ല, സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഡൽഹിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമൊക്കെ എത്തുന്ന ചിത്രങ്ങൾ, അതിൽ അടൂർ പ്രകാശും ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് വഴിയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതെന്നൊക്കെയുള്ള ഒരു ആരോപണങ്ങൾ ആ ചിത്രങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കൂടിയാണ് SIT അടൂർ പ്രകാശ് MPയെ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കും എന്നുള്ള വിവരം SITയിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴാണ് SIT അടൂർ പ്രകാശ് MPയെ വിളിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരം മൊഴിയെടുത്തു എന്നുള്ളതാണ്. അടൂർ പ്രകാശ് MPയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ നമുക്ക് വിവരങ്ങൾ കുറച്ചുകൂടി സ്ഥിരീകരിക്കുകയാണ്. നേരത്തെ നമുക്ക് ലഭിച്ചിരുന്ന വിവരം മൊഴിയെടുക്കും എന്ന് നോട്ടീസ് നൽകി എന്നുള്ളതാണ്. എന്നാൽ മൊഴിയെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അടൂർ പ്രകാശിന്റെ മൊഴി എടുത്തു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ അറിയുന്നത്. നേരത്തെ അടൂർ പ്രകാശിനെ വിളിപ്പിക്കും എന്നുള്ള വിവരങ്ങൾ ഈ SIT കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് ആ ഘട്ടങ്ങളിലൊന്നും ഉണ്ടായില്ല. ആ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റു ചില നീക്കങ്ങളിലായിരുന്നു അന്നേരം SITയുടെ ഉദ്യോഗസ്ഥർ വ്യാപൃതരായിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അടൂർ പ്രകാശ് MPയുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ് SIT ചോദിച്ചിട്ടുണ്ടാവുക. കാരണം അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പല ഘട്ടങ്ങളിൽ ഒരുമിച്ച് കണ്ടു എന്നതിന്റെ തെളിവായി ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. പല വേഷങ്ങളിൽ, പല സമയത്ത്, പല സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒത്തുനിൽക്കുന്ന, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളുമായി ഒത്തുനിൽക്കുന്ന ചിത്രങ്ങൾ അടൂർ പ്രകാശിന്റെ വലിയ കുരുക്കായി മാറി. അതിനൊപ്പം തന്നെ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ കിളിമാനൂരിലെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ അവിടുത്തെ നാട്ടുകാരിൽ ചിലർ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിരന്തരം അത്തരം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമാണ് ഉയർന്നിരുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അടൂർ പ്രകാശ് ചോദ്യമുനയിലേക്ക് വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മൊഴി SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്.